തുടക്കം മുതൽ ഞങ്ങൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കാമോ? അല്ലല്ല ഒരു മിനിറ്റ് ചോദ്യം ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ ആരെങ്കിലുമോ ആ അമ്മയ്ക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന ദൃശ്യം നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കാണിക്കാമോ? അതല്ല ഒരു മിനിറ്റ് ആ പൈസ കൊടുക്കുന്ന ദൃശ്യം ഒരു മിനിറ്റ് കാറിനകത്തല്ല. ഒരു മിനിറ്റ് ഒരൊറ്റ ചോദ്യം പൈസ കൊടുക്കുന്ന കല്ലേക്കാട് മേഖലയിൽ സാരി വിതരണം ചെയ്തതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ. ഈ സാരി ഒരു മിനിറ്റ് നിങ്ങൾ ഈ ദൃശ്യം കാണിക്ക്. ഒരു സാരിയും പിടിച്ചൊരു ഫോട്ടോ എടുത്താൽ ഇത് സാരി വിതരണം ചെയ്യുന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ഞാനിവിടെ ചോദിക്കുകയാണ്, പൈസ ബിജെപിയുടെ പ്രതിനിധിയോ അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള ദൃശ്യം നിങ്ങൾ ഈ നിമിഷം കാണിക്കാൻ തയ്യാറാണോ? ഒരു മിനിറ്റ് മീഡിയ റിപ്പോർട്ടർ ഒരു മിനിറ്റ്. ശരി, നിങ്ങള് പൈസ കൊടുക്കുന്ന ദൃശ്യം അവിടെ പൈസ ദൃശ്യം കാണിക്കുന്നത് ഒരു മിനിറ്റ്. ശരി, രണ്ട് കാര്യം നിങ്ങൾ ചോദിക്കട്ടെ. രണ്ടിനും മറുപടി പറയാം. ഒരു മിനിറ്റ് രണ്ട് കാര്യം. ചേച്ചി സമ്മതിച്ചിട്ടില്ല. അല്ലല്ല ഒരു മിനിറ്റ് രണ്ട് കാര്യം. ഒരു മിനിറ്റ് നിങ്ങൾ കേൾക്കാൻ തയ്യാറും. വിനേഷ് സർഗ എന്ന് പറയുന്ന 20 ക്രിമിനൽ കേസുകളുള്ള വിനേഷ് സർഗയോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ചോദ്യം ചെയ്യണം. വിനേഷ് സർഗയെ ചോദ്യം ചെയ്യണം. എന്റെ ഇതിൽ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് മൗനമായിട്ടിരിക്കുന്നത്? അവരെവിടെ നിന്നാണ് ഈ വിഷ്വൽ ഷൂട്ട് ചെയ്തത്? ശോഭാ സുരേന്ദ്രൻ എന്താ അവിടെ കാണാത്തത്? എന്റെ കൂടെയുള്ള പ്രമീള ചേച്ചി എന്താ വിഷ്വലിൽ കാണാത്തത്? അപ്പൊ എവിടെയോ ഇരുന്നു കൊണ്ട് ഇവർ ഒരു സ്ത്രീയെ ഇറക്കി ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിച്ച് നിങ്ങളത് കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തു. കേരളത്തിൽ വെള്ള വസ്ത്രം ധരിച്ചു പാടില്ലേ? അതേ വെള്ള വസ്ത്രം ധരിച്ച അയാൾക്ക് അതെന്തുകൊണ്ട് അവർ ചിന്തിച്ചില്ല? എന്റെ കാറിൽ പൈസ കൊടുക്കുന്ന വിഷ്വൽ നിങ്ങളൊന്ന് കാണിച്ചേ. എന്തുകൊണ്ട് ചിത്രീകരിച്ചില്ല? സഞ്ചരിച്ചിരുന്ന ഒരു കാറിൽ ബാക്ക് സീറ്റിൽ എങ്ങനെ ഒരു വെള്ള ചുരിദാറിട്ട സ്ത്രീ വന്നു? അതാ ഞാൻ പറയുന്നത്. അതാണ് അന്വേഷിക്കേണ്ടത്. ഞങ്ങൾ എത്രയോ ദിവസം അതായത് ഞാൻ പറയാം, ഒരമ്മയെ കാണാൻ പോകുന്നത് ഷൂട്ട് ചെയ്ത ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ ചെല്ലുന്ന ഭാഗം നിങ്ങൾ കാണിച്ചത്. അപ്പോ അവിടെ ഒരു വീഡിയോ പ്രവർത്തിച്ചിട്ടുണ്ട്. 1. 2, ആ സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല. എന്താ മുഖം കാണിക്കാത്തത്? ഇല്ല ബാക്ക് സൈഡാ കാണിക്കുന്നത്. അല്ല ഒരു മിനിറ്റ്, ഇതിനകത്തല്ല ആയിക്കോട്ടെ. തുടക്കം മുതൽ നമ്മൾ ചോദിക്കുന്നുണ്ട് പൈസ കൊടുക്കുന്ന വീഡിയോ എവിടെയാണ്? പൈസ കൊടുക്കുന്ന വീഡിയോ എവിടെ? കാണിക്കൂ. പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിനേഷ് സർഗയെ ചോദ്യം ചെയ്യണം. ആരായിരുന്നു അവരുടെ കാറിൽ ഉണ്ടായിരുന്നത്? 1.5 മണിക്കൂറായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ ഞങ്ങൾ പോയ വീടുകളുടെ പരിസരത്തു വരെ ഏത് സ്ത്രീകളൊക്കെയാണ് അവർ കൊണ്ടുവന്നത്? അത് ചോദ്യം ചെയ്യണം. അതാ എന്റെ ആവശ്യം. അതായത് ശോഭാ സുരേന്ദ്രനോ പ്രമീള ശശിധരനോ സഞ്ചരിക്കുന്ന ആ കാറിലേക്ക് 2 വീഡിയോ, അതായത് പൈസ കൊടുത്തുവെന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാൻ കൊടുക്കുന്നില്ല. ഒരമ്മയുടെ കയ്യിൽ എന്തോ ഇങ്ങനെ നിൽക്കുന്നു, കൊടുക്കുന്നതില്ല. ഒരാൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇത്രയും തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ഇത്രയേറെ പരിശ്രമിച്ചിട്ടും ആ സ്ത്രീയുടെ മുഖം പൈസ കൊടുക്കുന്നത് പിടിക്കാൻ കിട്ടിയില്ല? എന്തുകൊണ്ടാണ്? പൈസ കൊടുക്കുന്നത് കാണിക്കണം. എവിടെ മുഖം? എവിടെ? ബാക്ക് സൈഡല്ലേ? എന്തോ കൊടുക്കുന്നു. ബാക്ക് സൈഡ് മുന്നിൽ വന്ന് പൈസ കൊടുക്കുമാരെങ്കിലും മുന്നിൽ വന്ന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ പൈസ കൊടുക്കും. അവർക്ക് മുന്നിൽ വന്ന് പൈസ കൊടുക്കുമാരെങ്കിലും ഇത് നിങ്ങളുടെ കാറിലെല്ലാം കൈ കൊടുത്തു എന്നാണ് അമ്മ പറയുന്നത്. കൈ കൊടുത്തു എന്നാണ്. അമ്മ പൈസ കൊടുത്തെന്ന് പറഞ്ഞു. മറ്റാവശ്യങ്ങൾക്കുമായി ഞാൻ പറയാം,
അപ്പോ ശോഭാ സുരേന്ദ്രന് വേണ്ടി അദൃശ്യ ശക്തിയായിട്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾക്ക് പണം കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരു നിമിഷം അങ്ങനെയാണെങ്കിൽ ഇത് അദൃശ്യമല്ല, ഇത് BJP പ്രവർത്തകയാണ്. ഇതെന്താണ് തെളിവ്? എന്താണ്? ഒരു സ്ത്രീ ഒരു തുണി പിടിച്ചു നിൽക്കുന്നു, ഒരമ്മ മുന്നിൽ. ഇതാണോ സാരി വിതരണം? ഇതാണോ സാധനം പിടിച്ച് ഫോട്ടോ വെക്കുന്നുണ്ട്. അല്ല, രണ്ടാമത്തെ ഫോട്ടോ ഇതാ, ഇത് രണ്ടാമത്തെ ഫോട്ടോ. എന്താണിത്? ഇതിനകത്ത് സാരി വിതരണം ചെയ്തു എന്നുള്ള വളരെ നന്നായിട്ടുണ്ട്, വിശേഷമായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് ഒരുപാട് ആളുകളെ കാണാനുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ 35,000 വോട്ടിലെങ്കിൽ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിക്കുന്നത് കാണുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾക്കും കൈയടിക്കാൻ സാധിക്കും. അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇവിടെ ഒരാളുടെ മുഖം മൂടി വലിച്ചു കീറാൻ എറണാകുളത്ത് നിന്ന് പോലും 16ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോക്സോ കേസ്, അതിന് പണം കൊടുത്ത ശ്രീമാൻ ഷാഫി പറമ്പലിനെ വരെ ഞാൻ ഇതിന്റെ മുന്നിൽ വലിച്ചു കീറിത്തരാം. 1. 2 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ മാന്യനുണ്ടല്ലോ UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ കഥ കിട്ടിയിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. എനിക്ക് ആ പതിവില്ല. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കെതിരെ എന്ത് സംഭവിച്ചാലും ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും, വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും. ഒരാൾ എറണാകുളത്ത് നിന്ന് എന്നെ കാണാൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകരും അറിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ, ഈ 10-ാം തീയതി കഴിഞ്ഞാലാണ് ഒറിജിനൽ ആയിട്ടുള്ള കളി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അപ്പോ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മുന്നിൽ അവർക്ക് താങ്ങും തണലുമായി ഞാൻ ഉണ്ടാകും. ഞാൻ പരാജയപ്പെടണം എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ഈ നാടകത്തെ, ആസൂത്രിതമായ നാടകത്തെ കേരളത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ പരിശ്രമിച്ചു എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖവും അങ്ങേയറ്റം വേദനയുമുണ്ട്. സത്യസന്ധതയുടെ ജിഗുയായിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഫ്ലെക്സ് അടിച്ചതിന്റെയും പോസ്റ്റ് അടിച്ചതിന്റെയും കാശ് വരെ കൊടുക്കാൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറേശ്ശെ രൂപ കടം തന്നാൽ അത് കൊടുത്തു തീർക്കാം. മാധ്യമ സുഹൃത്തുക്കളുടെ ശമ്പളം നേരത്തെ ഒരു മാസത്തെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് കൂടി പറയാൻ ഈ അവസരത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പണം കൊണ്ടുപോയി കൊടുത്തതും ഞാൻ കോൺഗ്രസുകാരെ വിട്ടതും. അങ്ങനെയാണോ? രണ്ടുപേരും ഞാൻ ഇന്ന് പോലീസിന് കൊടുക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷം ഇപ്പൊ മീഡിയ വൺ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. സ്ഥാനാർത്ഥി ഇങ്ങനെ പീഡനം കേസിൽ പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.